السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയവും കൂടി ഈ തപ്പയത്തെ പറ്റിയാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മറിയമില് 23, 24, 25 ആയത്തുകളിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ വിശദീകരിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു, ഫജാഅഹൽ മഖാദു ഇലാ ജിദ്ഇൻ നഖല ഖാലത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയ്യൻ മൻസിയാ فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا وهزي إليك بجذع النخلة تساقط عليك رطبا جنيا. ചുരുക്കത്തിൽ അർത്ഥം പറയുന്നത്, ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹാക്ക് പ്രസവ വേദന വന്നപ്പോൾ ഈ പ്രസവവേദനയുടെ കാഠിന്യം കൊണ്ട്, അസഹ്യമായ വേദന കൊണ്ട് അവർ പറഞ്ഞുപോയി, ഞാൻ ഇതിന് മുമ്പ് തന്നെ മരിക്കുകയും എന്നിട്ട് എന്നെ പാടെ മറന്നവളായിരുന്നെങ്കിലും കൊള്ളായിരുന്നേനെ. ആ സമയത്ത് അവരുടെ താഴ്ഭാഗത്തിൽ നിന്ന് ഒരു അശരീരി ശബ്ദം കേട്ടു. നിങ്ങളുടെ താഴെ അള്ളാഹു ഒരു വെള്ളത്തിന്റെ സ്ട്രീം, ഒരു അരുവി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മരത്തിനെ ഒന്ന് കുലുക്കണം, ഈന്തപ്പനെ ഒന്ന് കുലുക്കണം, എന്നാൽ നല്ല ഫ്രഷായ പഴുത്ത ഈത്തപ്പഴം നിങ്ങൾക്ക് വീണ് കിട്ടും എന്ന്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ആ വെള്ളത്തെ കുടിക്കണം, ഈത്തപ്പഴം കഴിക്കണം, എന്നിട്ട് കണ്ണ് കുളിർമയാക്കണം എന്ന്. ചുരുക്കത്തിൽ ഇതിന്റെ അർത്ഥം, ഒന്ന് പറഞ്ഞത് വെള്ളം കുടിക്കണം, രണ്ടാമത് ഈത്തപ്പഴം കഴിക്കണം, മറ്റൊന്ന് മരം കുലിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇതിന് ശാസ്ത്രജ്ഞന്മാര് ഇതിനെപ്പറ്റി വലിയ ലേഖനങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് ഈ 3 വിഷയത്തിൽ. ഒന്ന്, ആദ്യമായിട്ട് വെള്ളം കുടിക്കുന്നത്. ഈ വെള്ളം ആ സമയത്ത്, ആ പ്രസവ വേദന സമയത്ത് ഒരിക്കലും ഡീഹൈഡ്രേഷൻ വരാൻ പാടില്ല. വെള്ളം കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ, നിർജലനീകരണം ഉണ്ടാകാൻ പാടില്ല. അമേരിക്കൻ പ്രസവ വിദഗ്ധരുടെയും സ്ത്രീരോഗ വിദഗ്ധരുടെയും കോളേജിന്റെ ശാസ്ത്രജ്ഞന്മാരുടെ, ഡോക്ടർമാരുടെ അഭിപ്രായം പറയുന്നത്, വെള്ളം നന്നായിട്ട് കുടിക്കുന്നവർക്ക് ആ സമയത്ത് പ്രസവ സംബന്ധമായ അല്ലെങ്കിൽ ഗർഭസംബന്ധമായ കോംപ്ലിക്കേഷൻ ഇല്ല എന്നാണ് അവർ പറയുന്നത്. വെള്ളം ഇല്ല എങ്കിൽ, നേരെ വെള്ളം കുടിച്ചില്ല, വെള്ളം ഇല്ലാത്ത ഒരവസ്ഥ, ഹൈഡ്രേഷൻ അല്ല ഡീഹൈഡ്രേഷൻ ആണ് എങ്കിൽ നമ്മുടെ എനർജി, ആ പ്രസവിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ എനർജിയെ അതെന്താക്കും, കുറക്കും. കുടിക്കാത്തവരുടെ ആ സമയത്ത് എനർജി തീരെ കുറയാൻ പാടില്ല എന്ന് മാത്രമല്ല, ശരീരത്തിന്റെ ഫിസിയോളജിയെ അത് അപ്സെറ്റ് ചെയ്യും, അത് താറുമാറാക്കും. വെള്ളം കുടിച്ചില്ല എങ്കിൽ അവരുടെ പ്രസവം സ്ലോ ആകും, പെട്ടെന്നായിട്ട് ആകൂല, അത് ശീഘ്രമാകൂല. പ്രസവം എത്രമാത്രം പെട്ടെന്നായോ അത്രമാത്രം സ്ത്രീകൾക്ക് വളരെ നല്ലതാണ്. ഇത് ശാസ്ത്രം പറയുന്നതാ. ഇപ്പൊ ഇങ്ങനെ അല്ലാഹു തആല പറഞ്ഞു വെള്ളം കുടിക്കണമെന്ന്. വളരെ ഷോർട്ടായിട്ടാണ് പല ശാസ്ത്രജ്ഞന്മാരും എഴുതിയ വിഷയത്തെ ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇനി ഞാൻ ഇപ്പോൾ പറയുന്നത് നാറ്റാലി ബട്ട്ലർ
RDLD അവര് റിവ്യൂ ചെയ്ത കാര്യങ്ങളെയാണ് ഞാൻ പറയുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് വലൻസിയ ഹിഗ്വേറയാണ് 2019 നവംബർ 20. അവര് പറയുന്നത് ഈ ഗർഭകാലത്ത് ഈത്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഗർഭിണികൾക്ക്. കാരണം ഈ ബർത്ത് ഡിഫക്ട്സുകൾ ഉണ്ടാകുന്നു. കുട്ടികൾ വരുമ്പോഴേക്ക് മുച്ചിരിയായും മുടന്തായും പല നിലക്കും പുറത്തു വരുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവുകയില്ല. കാരണം ഈത്തപ്പഴത്തില് ഫോലേറ്റ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അതുകൊണ്ട് അവർക്ക് അയന്റെ അംശം കിട്ടും. എന്നാൽ പിന്നെ ചോര കുറവും ഉണ്ടാവുകയില്ല, അതിന്റെ തോതിൽ തന്നെ ഉണ്ടാകും. രക്തം കുറയാൻ പാടില്ല, അതിന്റെ തോത് ഹിമോഗ്ലോബിന്റെ കൗണ്ട് കുറയാൻ പാടില്ല. എന്നാല് ഉമ്മക്കും കുട്ടിക്കും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വിറ്റാമിൻ കെയും ഉണ്ട് അതിൽ. എന്നാല് കുട്ടികൾക്ക് അവരുടെ എല്ലുകൾ നല്ല സ്ട്രോങ് ആവും. എന്ന് മാത്രമല്ല ഈ ഗർഭിണിയുടെ മസിലും നെർവിന്റെ ഫംഗ്ഷനും ഞരമ്പുകളുടെ ഫംഗ്ഷനുകളൊക്കെ നല്ല ഇംപ്രൂവ് ആകും എന്നാണ് പറയുന്നത്. അവർ പറയുന്നത് 2011 നടന്ന ഒരു പഠനത്തില് 69 ഗർഭിണികളായ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഈ പഠനത്തില് അവർ പറയുന്നു ഏകദേശം പ്രസവിക്കുന്ന ആ ഡേറ്റിന് 4 ആഴ്ച മുമ്പെങ്കിലും ഈത്തപ്പഴം എടുക്കാൻ വേണ്ടിട്ട് തുടങ്ങണം. അങ്ങനെ ഈത്തപ്പഴം കഴിക്കുന്നവർക്ക് അവരുടെ സെർവിക്കൽ ഡയലേഷൻ, അതായത് അവരുടെ ഗർഭപാത്രത്തിന്റെ വായ വേഗം ബുദ്ധിമുട്ടില്ലാണ്ട് തുറന്നു കിട്ടും എന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നു അങ്ങനെ ഒരുപാട് റീസെന്റ് സ്റ്റഡീസ് പിന്നെ നടന്ന പുതിയ പഠനങ്ങളിൽ പറയുന്നത് ഈ ഒരു പഠനത്തിൽ അവർ 154 ഗർഭിണികളായ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയ പഠനത്തിൽ 74 പേർക്ക് ഈത്തപ്പഴം അവർ കൊടുത്ത് 74 പേർക്ക് കൊടുത്തില്ല. അങ്ങനെ ഈത്തപ്പഴം കഴിച്ച ഗർഭിണികളായ ഈ സ്ത്രീകൾക്ക് അവിടെ മെഡിക്കൽ ഇന്റർവെൻഷൻ കൂടുതലായി വേണ്ടി വന്നില്ല എന്നാണ് പറയുന്നത്. മറ്റുള്ള ഈത്തപ്പഴം കഴിക്കാത്ത ആ 74 സ്ത്രീകൾക്ക് മെഡിക്കൽ ഇന്റർവെൻഷൻ വേണ്ടി വന്നു. അതായത് ഡോക്ടർമാരുടെയും സിസേറിയന്റെയും സ്റ്റിച്ചിങ്ങിന്റെയും പിന്നെ അതുപോലെയുള്ള ഈ ഡോക്ടർമാരുടെ നഴ്സുകളുടെ കൂടുതൽ അവരുടെ സഹായങ്ങൾ വേണ്ടി വന്നു. ഈത്തപ്പഴം കഴിക്കുന്നവർക്ക് അത് വേണ്ടി വന്നില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനില് 1400 വർഷം മുമ്പ് പറഞ്ഞു ഈത്തപ്പഴം കഴിക്കണം എന്ന്. ആ സമയത്താ പറഞ്ഞത്. അത് അതിന് മുമ്പും ആ സമയത്തും അതിന്റെ ശേഷവും വളരെ നല്ലതാണ്. അങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇനി മറ്റൊന്ന്, ഈ വെള്ളം കുടിക്കുന്നതിനെ പറ്റി ഈത്തപ്പഴം കഴിക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു. ഇനി മരം കുലുക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇന്നത്തെ മുമ്പ് കാലത്തും ഇപ്പത്തെയും അവസ്ഥ പ്രസവിക്കുമ്പോൾ ആ ചെയറൊക്കെ അതിനു വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത് തല കുറച്ച് മുന്നോട്ട് പൊന്തിച്ച് നിൽക്കുന്ന നിലയിലാണ്, മുന്നോട്ട് ഉയർത്തുന്ന നിലയിലാണ്. അപ്പൊ മരം കുലിക്കുമ്പോഴേക്ക് എന്തുകൊണ്ടും തല മുന്നോട്ട് വരും. അതേപോലെ തന്നെ മുമ്പും അങ്ങനെ തന്നെ പറയപ്പെടുന്നു. ഈ ഡോക്ടർമാർ എഴുതിയ ലേഖനങ്ങളിൽ പണ്ട് കാലത്ത് ആ സമയത്ത് അവർക്ക് ഒരു റോപ്പ് വലിക്കാൻ വേണ്ടി ഒരു കയറ് കൊടുക്കുമ്പോൾ അപ്പോഴേക്ക് അവരെ തല മുന്നോട്ട് വരും. ഇന്ന് അതിനുള്ള സജ്ജീകരണങ്ങള് ചെയറുകളൊക്കെ ഉണ്ട് തല മുന്നോട്ട് വരുന്ന. എന്നാല് അത് എളുപ്പത്തിലാകുന്നു, പ്രസവം വളരെ എളുപ്പത്തിലാകുന്നു എന്ന് പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ അത് തന്നെയാണ് പറഞ്ഞത്. കുലിക്കുക എന്ന് പറയുമ്പോൾ തല മുന്നോട്ട് വരും. പിന്നൊന്ന് വെള്ളം കുടിക്കുക, അതിൽ ഒരുപാട് ഫായതകളുണ്ട്. ഇത്ര ഞാൻ പറഞ്ഞത്ര മാത്രമല്ല. അതേപോലെ തന്നെ ഈത്തപ്പഴം കഴിക്കുക, അതിനും ഒരുപാട് ഫലങ്ങളുണ്ട്. ഇത്ര പറഞ്ഞു. പിന്നെ നാം റീസർച്ച് ചെയ്തിട്ട് എടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ എന്ത് പറയുന്നുണ്ടെങ്കിൽ അതിലൊരുപാട് ഫലങ്ങള് ഗുണങ്ങളുണ്ട്. അത് ഏറ്റവും കൂടുതൽ പഠിക്കാനും റീസർച്ച് ചെയ്യുവാനുമുള്ള
ഒരു കാര്യമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെയും തിരുഹദീസുകളെയും നന്നായിട്ട് നമുക്ക് പഠിക്കണം. നന്നായിട്ട് പഠിച്ച ഒരുപാട് പേരുണ്ട്, ആലിമ്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചവരാണ്. അതിനെ കൂടുതൽ നാം ഗവേഷണം ചെയ്യണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. കാരണം അല്ലാഹു തആല പലയിടത്തും പറഞ്ഞത് ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട് എന്നാണ്. അല്ലാഹു തആല ഈ പരിശുദ്ധ ഖുർആനിനെയും തിരുഹദീസുകളെയും നന്നായി പഠിക്കുവാനും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല ഈ ഭൂലോകത്തിൽ ആകമാനം അല്ലാഹു ശാന്തിയെ നിറക്കട്ടെ, സമാധാനത്തെ അല്ലാഹു നിറക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.